ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഉണ്ണിയപ്പമാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം, അതുപോലെ ഫീഡ്ബാക്കും അറിയിക്കണം. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാമോളം ശർക്കര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതൊരു പാൻ ചൂടാവുമ്പോൾ അതിലേക്കിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. ഈ ശർക്കരയ്ക്ക് ഉള്ളിൽ ചിലപ്പോൾ മണ്ണും പൊടികളും കല്ലുകളും ഒക്കെ കാണും. അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം. അതിനായിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഉരുക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം, ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. ഇതിനകത്തുള്ള പൊടികളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നന്നായിട്ട് ഉരുകിയതിന് ശേഷം തണുപ്പിച്ച് നമുക്കിത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഉരുകി വന്ന നെയ്യിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് അരിഞ്ഞത്, ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ കോക്കനട്ടാണ്. ഇതെല്ലാം ഏകദേശം ഒരേ തിക്നെസ്സിൽ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ ഇത് ഉണ്ണിയപ്പത്തിനുള്ളിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ഒരു ടെക്സ്ചറാണ് അതിന് വരിക. നമ്മളിത് എല്ലാം ഒരേ കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കാരണം വേറെ വേറെ വലിപ്പത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലത് കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇത് ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കിത് നെയ്യിലിട്ട് വറുത്തെടുക്കാം. നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാൻ താല്പര്യമില്ല എങ്കിൽ എണ്ണയ്ക്കകത്തും എടുക്കാവുന്നതാണ്. ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. എല്ലാ പീസസും ഒരേപോലെ തന്നെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് കറുത്ത എള്ള് വറുത്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറുത്ത എള്ള് ചേർക്കുമ്പോഴും നമുക്ക് നല്ലൊരു ടെക്സ്ചറാണ് കിട്ടുക ഉണ്ണിയപ്പത്തിന്. ഇതിപ്പം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി നെയ്യിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഒത്തിരി നേരം കിടന്ന് മൂക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിവിടെ ചെറിയ പഴം 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. മിക്സിയിൽ നന്നായിട്ട് അത് അരച്ചെടുക്കുക. നന്നായിട്ട് അരയ്ക്കണം. ചെറിയ പഴം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്ത പഴത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. ഇതിനകത്ത് കല്ലും മണ്ണും ഒന്നുമില്ല ഇപ്പോൾ. അത് നമുക്ക് ഈ പഴത്തിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ പഴവും ശർക്കരയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ മുഴുവനായിട്ട് ഒരു 2 കപ്പ് അരിപ്പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മുഴുവനോടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആവും. നമുക്ക് പെട്ടെന്ന് അത് ഇളക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിത് ഇളക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പം 2 കപ്പിൽ നിന്ന് കുറച്ച് പോർഷൻ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി കൊടുത്തു. ഇനി ബാക്കി പോർഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. അരിപ്പൊടി മുഴുവനോടെ ഇട്ട് നമുക്ക് ഇനി മിക്സ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ തന്നെ തിക്നെസ് നന്നായിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കൂടുതൽ വെള്ളം ആഡ് ചെയ്യരുത്. ആവശ്യത്തിന് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയേ ആവുള്ളൂ.
ഇപ്പോൾ ഞാൻ 2-3 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇളക്കി നോക്കി ഈ ഒരു കൺസിസ്റ്റൻസി, ഇതേ കൺസിസ്റ്റൻസി ആവുന്ന രീതിയിൽ എത്ര വെള്ളം വേണോ അത്രയും മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി നമുക്ക് ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കോക്കനട്ട് ബിറ്റ്സും അതുപോലെ തന്നെ എള്ളും, കറുത്ത എള്ളും വറുത്ത് വെച്ചിരുന്നത്, അത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ഇളക്കി കൊടുക്കാം. എപ്പോഴും നിങ്ങൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിക്കോണം. കാരണം ഇത് കൂടുതൽ ലൂസായി പോയാലും ശരിയായി വരത്തില്ല. ഇതിന് നമുക്കൊരു 20 മിനിറ്റോളം നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം ഇരിക്കുന്നതാണ്, 20-30 മിനിറ്റോളം നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യ് ഉപയോഗിച്ച് വേണമെങ്കിലും വറുത്തെടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ എണ്ണ തിളച്ച് വരുമ്പോഴത്തേനും നിങ്ങൾ ഒത്തിരി തീ കൂട്ടി വെക്കാനേ പാടില്ല. ചെറിയ ഫ്ലെയിമിൽ തന്നെ തീ വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ കുഴിയിൽ ഒരു 1/2 ഭാഗം വരുന്ന രീതിയിൽ മാത്രമേ ബാറ്റർ ഒഴിക്കാവുള്ളൂ. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വന്ന് അത് മുഴുവനായിട്ട് നിറഞ്ഞു വരും വേകുമ്പോൾ. അതുകൊണ്ട് നിറച്ചു ഒഴിച്ചു കഴിഞ്ഞാൽ അത് കവിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു പകുതി ഭാഗം വരെ, അല്ലെങ്കിൽ പകുതിയിൽ ഇത്തിരി കൂടി കൂടുതൽ, അതിൽ കൂടുതൽ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കരുത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് അത് മറിച്ചിടാനും നല്ല ഷേപ്പിലും ഒക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തീ കൂട്ടി വെക്കാനേ പാടില്ല. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് കരിഞ്ഞു പോകും, അകം ഒന്നും വേവാതെയും വരും. അതുകൊണ്ട് നമ്മൾ തീയും ശ്രദ്ധിച്ച് തന്നെ വെക്കുക. ഇപ്പം നമ്മൾ എല്ലാ കുഴിയിലും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. ഇത് കുറച്ച് നേരം ഒന്നിരുന്ന് അടിഭാഗം ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഗോൾഡൻ കളർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കതെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഷേപ്പ് ഒന്നും പോകാത്ത രീതിയിൽ തന്നെ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുക. അടിഭാഗവും കൂടി നന്നായിട്ട് വേകുന്ന രീതിയിൽ ആയി കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ എല്ലാം തന്നെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഒരു സൈഡ്. ഇനി മറ്റേ സൈഡും കൂടെ ഗോൾഡൻ ആവുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നല്ല കളർ 2 സൈഡും നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അത് എണ്ണയിൽ നിന്നും മാറ്റാം. നല്ല ഷേപ്പിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.